ആ ആണോ? ഏ? കുഞ്ഞുവാവയുടെ വീട്ടിൽ പെങ്ങളുവാവയുടെ 28 കെട്ടാൻ പോവാണോ? ആണോ? ഹായ്, നദാൻ സ്പേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നദാൻ ഇന്ന് എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നതൊക്കെ ആദ്യത്തെ ക്ലിപ്പിൽ അവൻ പറഞ്ഞു കഴിഞ്ഞു. അതെ, അവൻ്റെ പെങ്ങളുവാവയുടെ 28 കെട്ടാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളുടെ സുന്ദരി വാവിയനെ കാണാൻ പോവുകയാണ്. ഇതിനു മുമ്പൊക്കെ പോകണമെന്ന് വിചാരിച്ചെങ്കിലും ചില കാര്യങ്ങൾ കൊണ്ട് പോകാൻ സാധിച്ചില്ല. അപ്പം ഇന്ന് വാവ ഉണ്ടായിട്ട് 28 ദിവസമായി. ഇന്ന് ടിറ്റോയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് നൂല് കെട്ടുന്ന ചടങ്ങാണ്. അങ്ങനെ ഞങ്ങൾ വാവയുടെ അടുക്കലോട്ട് ചെന്നപ്പോൾ തെറ്റേ അവൻ്റെ ശാലുമ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ശാലുമയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വാവേനെ കാണിക്കാനാണ് പോകുന്നത്. അച്ചാച്ചൻ്റെ സ്വന്തം വാവ. കുഞ്ഞിനെ കണ്ടപ്പോൾ ആദ്യം വാവയ്ക്ക് ഭയങ്കര നാണമായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ കൂടെ അടുത്തിരുന്നു, അതിനെ നോക്കി, കുഞ്ഞി കൈയും കുഞ്ഞി കവളും കുഞ്ഞി കാലൊക്കെ പിടിച്ച് നദന് ഭയങ്കര സന്തോഷമായിരുന്നു. നദാൻകുട്ടൻ്റെ ബേബി ഗേൾ, അവനെപ്പോഴും ബേബി ഗേൾ എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ തൊട്ടപ്പുറത്തെ കുഞ്ഞിനെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പറഞ്ഞു എനിക്ക് ബേബി ഗേൾ ഉണ്ടായി, എനിക്ക് അനിയത്തി വാവ ഉണ്ടായി എന്നൊക്കെ. നമുക്ക് ഈ ചടങ്ങൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സജീവങ്ങളുണ്ടായതുകൊണ്ട് ഞങ്ങൾക്കും കുറച്ച് പേഴ്സണൽ ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിച്ചു. കുഞ്ഞിപ്പെണ്ണിനെ അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് കയ്യിലെടുക്കണേ. കുഞ്ഞ് ഓർക്കുമായിരുന്നായിരിക്കും, വയറ്റിൽ കിടന്നപ്പോഴും ഞാൻ ഈ അലപ്പ് കേട്ടിട്ടുണ്ട്, വെളിയിൽ വന്നിട്ടും ഇവരുടെ തന്നെ അലപ്പാണല്ലോ എന്ന് കേൾക്കുന്നതെന്ന് കൊച്ചു ചിന്തിക്കുന്നുണ്ടാവും. നദാനോട് ഞാൻ ചോദിച്ചു, വാവയുടെ കയ്യിൽ വെച്ച് തരട്ടെ, മടിയിൽ വെച്ച് തരട്ടെ എന്നൊക്കെ ചോദിച്ചു. വാവയ്ക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അവന് പേടിയായിരുന്നു. അവന് ഇരിക്കാമെന്നൊക്കെ സംഭവിച്ചെങ്കിലും കൈ നീട്ടാൻ പറയുമ്പോൾ ഒറ്റ കൈയൊക്കെ നീട്ടി കാണിച്ചെന്നെ. പിന്നെ ഒരു വിധത്തിൽ അവൻ ബേബീനെ ഇഷ്ടമായി. പക്ഷേ കുഞ്ഞിനെ എടുക്കാനുള്ളൊരു പേടി കാരണം അവൻ എടുക്കുകയൊന്നും ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ എവിടെയൊക്കെ എന്തൊക്കെ പറയണമെന്ന് പോലും എനിക്ക് നല്ല നിശ്ചയമില്ല. അത്രയും എന്താ പറയുക, ഇമോഷണൽ റോളർ കോസ്റ്റർ എന്നൊക്കെ പറയുന്നത് പോലെയാണ്. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന് നമുക്ക് കിട്ടിയൊരു ബേബിയാണ്. അപ്പം അവളുടെ എല്ലാ മൊമെൻറ്റ്സും നമുക്ക് ഭയങ്കര സ്പെഷ്യലുമാണ്. ഞാൻ എൻ്റെ കണ്ണപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണലും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. നമ്മളത് 121 സങ്കീർത്തനമാണ് വായിച്ചത്. അതിൽ പറയുന്ന പോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാകുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ അത്രയും പ്രാർത്ഥിച്ച് നമുക്ക് ദൈവം തന്ന ദാനമാണ്. അപ്പം വാവയുടെ 28 ദിവസം കഴിഞ്ഞപ്പം ടിറ്റോ പാപ്പ കുഞ്ഞിന് നൂലൊക്കെ കെട്ടി അരഞ്ഞാണ് ഇട്ടു. ആദ്യമായിട്ട് കുഞ്ഞിന് നമ്മൾ ഗോൾഡ് ഓർണമെൻറ്റ്സൊക്കെ അന്നാണ് ആദ്യമായിട്ട് ഇടിയിപ്പിക്കുന്നത്. ആ ചടങ്ങൊക്കെ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. കുഞ്ഞിൻ്റെ വല്യമ്മച്ചിയാണ് ഈ സൈഡിൽ നിൽക്കുന്നത്, അപ്പുറത്ത് നിൽക്കുന്നത് ഷീലാമ്മച്ചി. ഈ മൊമെൻറ്റ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞിട്ടല്ലാതെ എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. കാരണം അതിൻ്റെ നമ്മൾക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ഒത്തിരി റീസൺസ് അതിൻ്റെ പിറകിലുണ്ട്. നമുക്ക് ഒരു പ്രഗ്നൻസി താമസിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഗ്നൻസി ലാഗാകുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഒത്തിരി കമൻസ്, അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒത്തിരി സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ആൾക്കാരെ മാത്രമല്ല, അത് ചിലപ്പം അതിൻ്റെ ഒപ്പം നിൽക്കുന്നത് നമ്മളെയും ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഒത്തിരി ഹാർട്ടായിട്ടുള്ള മൊമെൻറ്റ്സിനൊക്കെ നമ്മുടെ മനസ്സിൽ തന്ന ശാശ്വതമായിട്ടുള്ളൊരു സന്തോഷമാണ്. നദാൻകുട്ടനാണെങ്കിൽ കുഞ്ഞിനെ എടുക്കാനും എന്താ പറയുക, ഞങ്ങൾക്ക് നദാൻ ചോദിക്കണേ എന്നാണ് നമ്മൾ ബേബികളിനെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ്. അതുപോലെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്.
ഇതെല്ലാം ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ മാമന്മാരാണ്. എല്ലാവരുടെയും ഒരു പ്രഷ്യസ് മൊമെൻ്റാണ്. ഈച്ച് ആൻഡ് എവ്രി വൺ ഓരോരുത്തരോട് ചോദിച്ചാലും ഓരോരുത്തർക്കും ഭയങ്കരമായിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നൊരു ദിവസമായിരുന്നു. അങ്ങനെ അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു. നാദാങ്കട്ടനും അപ്പാപ്പിയുടെയും ആസിജി ആൻറ്റിയുടെയും കൂടി ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. അവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ കുറേ പേഴ്സണൽ ഫോട്ടോസ് എടുത്തു. ഈ ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രഷ്യസാണ് ഞങ്ങൾക്ക്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി പെണ്ണ്, ഞങ്ങളുടെ നേറിയ കുട്ടി. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിനെയും ഞങ്ങളുടെ ഫാമിലിയും ടിറ്റോ പപ്പയും ഷാലുമമ്മയും എല്ലാവരെയും ഓർക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.